വളരെ ടേസ്റ്റിയായ ഒരു പൊട്ടറ്റോ മസാലയാണ്. ഇത് നമുക്ക് ചോറിനും നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കുമെല്ലാം ഒരുപോലെ ഉപയോഗിക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഈസി റെസിപ്പിയാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് 3 പൊട്ടറ്റോയാണ് ഞാൻ എടുക്കുന്നത്. അത് സ്ക്വയർ പീസുകളായി ഞാനിവിടെ മുറിച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിന് വേണ്ട ബാക്കി ഐറ്റംസ് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയും മീഡിയം സൈസിലുള്ള 2 സവാളയുമാണ് ഞാൻ എടുക്കുന്നത്. ഈ സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് അത് ചൂടായി വന്നതിലേക്ക് ഞാൻ ഈ സവാള ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇത് ഫ്രൈ ആയി വന്നു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന ഓയിലിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോ റെഡിയായി വന്നു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് 2 വലിയ തക്കാളി വേണം. ഇനി വേണ്ടത് 1 ഉണ്ട വെള്ളുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ചൂടായി വന്നതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ല് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ റെഡിയായി നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഈ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളി ഇതിൽ നന്നായി ഉടഞ്ഞു ചേരും വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു ചേർന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് 1 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ടൊമാറ്റോ സോസോ കെച്ചപ്പോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ടൊമാറ്റോ പ്യൂരി ഉപ്പ് ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ടൈമിൽ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് 3 ഞാൻ ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതുകൊണ്ട് അത് ഇതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് കോൺഫ്ലവറും എടുത്ത് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് പൊട്ടറ്റോ മസാലയിൽ ക്രീം എഫക്റ്റ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഈ ടൈമിൽ ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചമുളകിൽ നിന്ന് നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങി. ഈ ടൈമിൽ നമുക്ക് അടുപ്പും ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ക്രീമി പൊട്ടറ്റോ മസാല ഇവിടെ റെഡിയായി. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ളൊരു പൊട്ടറ്റോ മസാലയാണ്.
നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒരുപോലെ കഴിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.